കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ചയാളാണ് ഇത്തവണ താമര ചിഹ്നത്തിൽ മത്സരിക്കുന്നു. അദ്ദേഹത്തോട് തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ തുടങ്ങിയ പ്രവർത്തനമാണ് 15-ാം വയസ്സിൽ. അതിനുശേഷം നീണ്ട കാലം കഴിയുന്നു. കൈപ്പത്തി കീഴിലായിരുന്നു ഇത്ര നാൾ. ചിഹ്നം മാറി മത്സരിക്കുന്നു, ചിഹ്നം മാറി വോട്ട് തേടുന്നു, പുതിയൊരു രാഷ്ട്രീയ ധാരയുടെ ഭാഗമാവുന്നു. എന്ത് തോന്നുന്നു പ്രചരണത്തിന് ഇറങ്ങിയപ്പോൾ? ഏറെ സന്തോഷം തോന്നുന്നു. അല്പം വൈകിപ്പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ കൂടുമാറ്റം അല്ലെങ്കിൽ ഈ രാഷ്ട്രീയത്തിലെ മാറ്റം ഒരല്പം താമസിച്ചു പോയി എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഒരു വിഷൻ നഷ്ടപ്പെട്ട അല്ലെങ്കിൽ കാഴ്ചപ്പാട് നഷ്ടപ്പെട്ട ഒരു പാർട്ടിയോടൊപ്പം അധികകാലം തുടരുന്നതിൽ അർത്ഥമില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി തന്നെയാണ് ഞാനിതുവരെ പ്രവർത്തിച്ചത്. പക്ഷേ ഞാനൊക്കെ കുട്ടിക്കാലത്ത് മനസ്സിൽ കൊണ്ടുനടന്ന ദേശീയ പ്രസ്ഥാനം വിഷനില്ലാതെ, കാഴ്ചപ്പാടുകളില്ലാതെ അല്ലെങ്കിൽ ആദർശമില്ലാതെ കേവലം ഒരു കുടുംബത്തിൽ അധിഷ്ഠിതമായി മുന്നോട്ട് പോയപ്പോൾ അതിൽ നിന്ന് മാറണമെന്ന് ആലോചിച്ച് തന്നെയാണ് ഞാൻ മാറിയത്. അതോടൊപ്പം തന്നെ 10 വർഷക്കാലം മുന്നേ അധികാരത്തിൽ വന്ന നരേന്ദ്രമോദിജി ഇന്ത്യയിലെ ജനങ്ങളെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം. നമുക്ക് ലോകത്തിലെ രാഷ്ട്രങ്ങളിൽ സാമ്പത്തിക ശേഷിയിൽ 3-ാം സ്ഥാനത്തേക്ക് എത്തിക്കുമെന്ന് പ്രഖ്യാപിച്ച ഒരു പ്രധാനമന്ത്രി, അതുപോലത്തെ സൈനിക ശേഷിയിൽ ലോകത്ത് 1-ാം നമ്പറാകാൻ ശ്രമിക്കുന്ന ഒരു പ്രധാനമന്ത്രി, 10 വർഷക്കാലത്തിടയിൽ ഒരു അഴിമതി ആരോപണവും ഒരു മന്ത്രിയുടെ പേരിൽ ഉയരാത്ത സാഹചര്യത്തിൽ അഴിമതി മുക്തമായ ഒരു ഇന്ത്യയെക്കുറിച്ച് ഞങ്ങളൊക്കെ സ്വപ്നം കാണുകയാണ്. സമൂലമായ ഒരു മാറ്റം തന്നെ ഇന്ത്യ രാജ്യത്തുണ്ടാകുന്നുണ്ട്. പുരോഗതിയുടെ കാര്യത്തിൽ 60 വർഷക്കാലം ഭരിച്ച കോൺഗ്രസിനേക്കാളും ഒരു പടി മുന്നോട്ട് പോകാൻ 60 വർഷക്കാലം ഭരിച്ച കോൺഗ്രസിന് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഈ 10 വർഷക്കാലം കൊണ്ട് ഇന്ത്യയുടെ സമഗ്രമായ വികസനത്തിനും എല്ലാ മേഖലകളിലും വികസനമുണ്ടാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് ഞാൻ നോക്കിക്കാണുന്നത് ഇന്ത്യയിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ അവസാനത്തെ തെരഞ്ഞെടുപ്പായിരിക്കും. ഇനിയൊരു തെരഞ്ഞെടുപ്പിൽ അവർക്ക് മത്സരിക്കാനുള്ള ശേഷി പോലും നഷ്ടപ്പെടും എന്നാണ് എൻ്റെ വിശ്വാസം. മോദിജി 3-ാം തവണയും ഇന്ത്യയിൽ അധികാരത്തിൽ വരും. ഇതുവരെ ഇല്ലാത്ത ഭൂരിപക്ഷത്തിൽ 400-ൽ കവിഞ്ഞ സീറ്റിൽ അധികാരത്തിൽ വരും. ആ 400 സീറ്റ് ഇന്ത്യയിൽ ലഭിക്കുമ്പോൾ കണ്ണൂർ ജില്ലയിൽ നിന്ന്, കണ്ണൂർ പാർലമെന്റിൽ നിന്ന് മോദിയുടെ കരങ്ങൾക്ക് ശക്തി പകരാൻ NDA സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ ഞാൻ കൂടെ വിജയിച്ചു വരുമെന്നുള്ള ആത്മവിശ്വാസത്തിലാണ്. നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ ആരംഭിച്ചു, ഏറെക്കാലം കോൺഗ്രസുമായി ചേർന്ന് പ്രവർത്തിച്ചു. പക്ഷേ കോൺഗ്രസിൽ പ്രവർത്തിച്ച ആ കാലഘട്ടത്തെക്കുറിച്ചൊന്നും ഞാൻ തള്ളി പറയാൻ തയ്യാറല്ല. പക്ഷെ സമൂലമായ ഒരു മാറ്റം ഈ രാജ്യത്തുണ്ടായിക്കൊണ്ടിരിക്കുക. അത് നോക്കിക്കാണാൻ നമുക്ക് സാധിക്കണം. കോൺഗ്രസിന്റെ നേതാക്കന്മാർ പോലും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ ഇന്ത്യക്ക് വെളിയിൽ പോയി അപഹസിക്കപ്പെടുന്ന ഒരു സാഹചര്യം, അതൊരു ഇന്ത്യക്കാരൻ എന്നുള്ള രീതിയിൽ ആർക്കും താങ്ങാവുന്നതിനപ്പുറമാണ്. കാരണം ലോകത്തിലെ ഏറ്റവും ശക്തനായ ഒരു ഭരണാധികാരി അത് രാഷ്ട്രീയത്തിനപ്പുറം ഒരു പ്രധാനമന്ത്രിയാണെന്നുള്ള ബോധ്യമില്ലാതെ 24 മണിക്കൂറേയും പ്രധാനമന്ത്രിയെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന രീതിയിൽ ഞങ്ങൾ ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് ശരിയല്ല എന്നുള്ള അഭിപ്രായക്കാരാണ്. അതിന്റെ ഭാഗമായി തന്നെയാണ് എന്റെ ഷിഫ്റ്റിംഗ്. ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായി തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ചാൽ ഈ CPM-നോ കോൺഗ്രസിനോ ഒന്നും മാറി മാറി ഭരണം നടത്തുന്ന ഒരു സ്ഥലമാണ്. അതിൽ K. സുധാകരനാണ് അവസാന 2 വട്ടം MP അദ്ദേഹം. ആ സമയത്തൊക്കെ ഒരു പടത്തലവനെ പോലെ അദ്ദേഹത്തിനൊപ്പം നിന്ന ആളാണ് താങ്കൾ. ആ താങ്കളുടെ എതിർ സ്ഥാനാർത്ഥി ഇപ്പോൾ K. സുധാകരനാണ്. എങ്ങനെ കാണുന്നു? ഒരു കാലത്ത് ഒന്നിച്ച് പ്രവർത്തിച്ചവർ ഇപ്പോൾ 2 തരത്തിൽ നിന്ന് K. സുധാകരനെതിരെ താങ്കൾ മത്സരിക്കുമ്പോൾ എങ്ങനെ കാണുന്നു ഇതിനെ? അതിന് പ്രത്യേകിച്ചൊന്നും എനിക്ക് തോന്നുന്നില്ല. K. സുധാകരനായാലും ജയരാജനായാലും എൻ്റെ രാഷ്ട്രീയത്തിലെ പ്രതിയോഗി എന്നുള്ള പദമാണ് മോഡിജി നമ്മളെ പഠിപ്പിച്ചത്. രാഷ്ട്രീയത്തിൽ ശത്രുക്കളില്ല, രാഷ്ട്രീയ പ്രതിയോഗികളേ ഉള്ളൂ. ഒരു പ്രതിയോഗി എന്നുള്ള രീതിയിൽ ഞാൻ തുല്യമായി കാണുകയാണ്. കണ്ണൂർ ജില്ലയിൽ ത്രികോണ മത്സരത്തിന്റെ പ്രതീതി ഇപ്പോൾ തന്നെ ഉണ്ടായിട്ടുണ്ട്. നേരത്തെ ഇടതുപക്ഷവും വലതുപക്ഷവും മാറി മാറി അധികാരത്തിൽ വന്നു അല്ലെങ്കിൽ ഇവിടെ വിജയിച്ചെങ്കിലും പാർലമെന്റിലെ ഏറ്റവും കുറവ് അറ്റൻഡൻസ് ഉള്ള ഒരു ആളാണ് ഇപ്പോഴിവിടെ UDF-ന് വേണ്ടി മത്സരിക്കാൻ. പാർലമെന്റിന്റെ 5 വർഷത്തെ ചരിത്രം പരിശോധിച്ചപ്പോൾ ഒരു തവണയാണ് അദ്ദേഹം ഒരു ചോദ്യം ഉന്നയിക്കുന്നതിന് വേണ്ടി എഴുന്നേറ്റുന്നത്. 19 തവണ അദ്ദേഹം എഴുന്നേറ്റിട്ടുണ്ട്. 50% അദ്ദേഹത്തിന്റെ അറ്റൻഡൻസ് നില. 17 കോടി രൂപയാണ് പാർലമെന്റിൽ നിന്ന് MP ഫണ്ടിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിച്ചത്. അതിൽ അദ്ദേഹം ചെലവഴിച്ചത് 7 കോടി 56 ലക്ഷം രൂപയാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഫണ്ട് പോലും വിനിയോഗിക്കാൻ കഴിയാതെ, പാർലമെന്റിൽ പോകാൻ സമയം കണ്ടെത്താതെ, പാർലമെന്റ് MP സ്ഥാനം മറ്റുള്ള രീതിയിലൊക്കെ എൻജോയ് ചെയ്യാണ്. ഒരു MPയുടെ എല്ലാ ആനുകൂല്യം അദ്ദേഹം വാങ്ങുന്നുണ്ട്, ലഭിക്കുന്നുണ്ട്. പക്ഷേ പാർലമെന്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ പാർലമെന്റിൽ പോയി ഈ നിയോജക മണ്ഡലത്തിന് പോരാടാൻ ഈ 2 പേർക്കും സാധിച്ചിട്ടില്ല. 2 തവണ ഇടതുപക്ഷം ഇവിടെ ജയിച്ചു വന്നിട്ടുണ്ട്.
2 തവണ സമീപകാലത്തായിട്ട് സുധാകരനും ജയിച്ചു വന്നിട്ടുണ്ട്. ഈ 2 മുന്നണികൾക്കും കണ്ണൂർ ജില്ലയിലെ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു എന്ന് നെഞ്ഞത്ത് തൊട്ട് സംസാരിക്കാൻ കഴിയില്ല. അവരെന്ത് ചെയ്തു എന്ന് ഞാൻ വെല്ലുവിളിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ എന്താണ് കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയിൽ കെ സുധാകരൻ കണ്ണൂർ പാർലമെന്റിൽ ചെയ്ത ഒരു കാര്യം അദ്ദേഹം ചൂണ്ടിക്കാണിക്കട്ടെ, ഇടതുപക്ഷം ചൂണ്ടിക്കാണിക്കട്ടെ. ഈ 2 പേരും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രശ്നമായി ഞാൻ കാണുന്നില്ല. കണ്ണൂരിലെ ജനങ്ങൾ ഏകദേശം 30-35ഓളം വരുന്ന പുതിയ തലമുറ മുഴുവൻ മോദിജിക്ക് അനുകൂലമായി ചിന്തിക്കുന്നു. അതുകൊണ്ട് കണ്ണൂരിലും അതിന്റെ മാറ്റമുണ്ടാകും എന്നാണ് എന്റെ പ്രതീക്ഷ. ഇനിയും ആളുകൾ വരാൻ കാത്തു നിൽക്കുന്നുണ്ട്. ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഒരു വലിയ ഒഴുക്ക് വീണ്ടും ഉണ്ടാവും. പത്മജ വന്നു, അങ്ങനെ പലരും ഈ സമീപ നാളുകളിൽ തിരുവനന്തപുരത്തു നിന്നൊക്കെ അടക്കം KPCCയുടെ ഒക്കെ ആളുകളൊക്കെ എത്തി. ഇനി ഒരു ഒഴുക്ക് അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ വരുമെന്ന് താങ്കളെ തന്നെ കുറെ ആളുകൾ തയ്യാറുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ അവർക്ക് സ്വീകരിക്കാനുള്ള ഒരു മാനസികാവസ്ഥയല്ല, തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലായതുകൊണ്ട്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയുന്നു, പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിൽ നിന്ന് കോൺഗ്രസിൽ നിന്ന് 10,000-കണക്കിന് ആളുകൾ കണ്ണൂർ ജില്ലയിൽ ഇത് നാമാവശേഷമാകും. ഇന്നും ഇന്നലെയുമായി കണ്ണൂർ ജില്ലയിലെ DCC ഭാരവാഹികളടക്കം ചില ആളുകൾ ഞാനുമായി ബന്ധപ്പെട്ടിരുന്നു. അവരൊക്കെ പേര് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ചിലരൊക്കെ ഇപ്പോൾ കാത്തിരിക്കുന്നത് ഈ സംഘടനാ തെരഞ്ഞെടുപ്പ് വരുമെന്നും സംഘടനയിൽ നിന്ന് കുറേ ആളുകളെ ഭാരവാഹിത്വമാക്കുമെന്നൊക്കെ അവർ പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഈ തെരഞ്ഞെടുപ്പോടുകൂടി കണ്ണൂർ ജില്ലയിൽ കോൺഗ്രസ് നാമാവശേഷമാകും. ഒരുപാട് ആളുകൾ ഈ പാർട്ടിയിലേക്ക് ഇനിയും കടന്നു വരാനുണ്ട്. ഇന്നത്തെ കോൺഗ്രസ്, നാളത്തെ BJP എന്നാണ് CPM പറയുന്നത്. അത് CPL നിന്ന് ആളുകൾ വരുന്നുണ്ട്. മിനിയാന്ന് എന്റെ നാട്ടിൽ ചേർന്ന 2 CPMന്റെ പ്രാദേശിക നേതാക്കന്മാരാണ്. അത് കേരളത്തിലും ഇന്ത്യയിലും ഇനി ഇതുപോലെയുള്ള പ്രതിപക്ഷ സംഘടനകൾക്ക് പ്രസക്തി നഷ്ടപ്പെടാൻ പോവുകയാണ്. കാരണം പാർലമെന്റിൽ പോയി പ്രതിപക്ഷ പാർട്ടികൾ എന്താണ് ചെയ്യുന്നത്? ഒന്നും ചെയ്യുന്നില്ലല്ലോ. എന്തായാലും അദ്ദേഹം തന്റെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. കൂടുതൽ ആളുകൾ തെരഞ്ഞെടുപ്പിന് ശേഷം ഇരു പാർട്ടികളിൽ നിന്നും BJPയിലേക്ക് എത്തും. വലിയ മാറ്റം കണ്ണൂർ മണ്ഡലത്തിൽ വരാൻ പോകുന്നു NDAക്ക് എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്.